ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ചാമ്പയ്ക്ക് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു അച്ചാർ. അത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റണേന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 10-20 ചാമ്പയ്ക്കുള്ളൂ. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനുള്ളിലെ ആ പൂവിൻ്റെ ആ ഒരു അംശമൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നടുവെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സീഡെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് ചെറുതാക്കി അരിയുക. ഇപ്പോൾ ചാമ്പയ്ക്ക് ഉണ്ടാവുന്ന സീസണാണ്. അപ്പോൾ ചാമ്പമരമുള്ളവരുടെ വീട്ടിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചാമ്പയ്ക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരും അത് വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ നല്ല അച്ചാറിട്ട് വയ്ക്കുക. ചാമ്പയ്ക്കയുടെ ഉള്ളിലൊക്കെ ചിലപ്പം ഉറുമ്പൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. നമുക്കിതിപ്പോൾ നെടുവെ കീറിയ 2 പീസായിട്ട് മാത്രമായിട്ടും അച്ചാറിടാം. നമ്മളിപ്പോൾ ചെറുതാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചാമ്പയ്ക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അച്ചാറിടണേന്നും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്നും ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയായാലും മതി. ഞാനിപ്പോൾ ചക്കിലട്ടി നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. അപ്പോൾ ഡിയേഴ്സ്, ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. മാത്രമല്ല എൻ്റെ വീഡിയോസ് നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-15 കാന്താരി മുളക് ഞാൻ കീറിയിട്ട് കൊടുക്കണം. കൂടെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു പിടി കരിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുഴുവൻ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 സ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടേക്ക്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കാം. ഇപ്പോൾ അതിൽ നേരിയ തളവന്ന് തുടങ്ങി നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇനി ആരും സമയം കളയണ്ട, വേഗം തന്നെ എല്ലാവരും വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള, നല്ല എരിവുള്ള, നല്ല പുളിയുള്ള അച്ചാർ തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഡിയേഴ്സ്, നാളെ ഞാൻ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.